അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി. ഇനി അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി വബഅദു ഹാക സീറത്തുർ റസൂലി മൻദൂമതൻ മൂജസത്തുൽ ഫുസൂലി. സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി. അപ്പോൾ ഹംദ് ചൊല്ലി, അതിനുശേഷം സുമ്മ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അലൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് മുഖദ്ദിമയാണ്, ആമുഖമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഓരോ മുസ്ലിമിനും വാജിബാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ എന്താണ് സ്വലാത്തിന്റെ അർത്ഥം? അള്ളാഹു നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു, നമ്മളും സ്വലാത്ത് ചൊല്ലുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം, മിനല്ല, അള്ളാഹു റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അർ-റഹ്മ, കാരുണ്യം ചൊരിയുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനൽ മലായിക, മലക്കുകൾ, അൽ ഇസ്തിഗ്ഫാർ, മലക്കുകളിലേക്ക് ചേർക്കുമ്പോൾ സ്വലാത്തിന് ഇസ്തിഗ്ഫാർ, അവർ പാപമോചനം ചോദിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. നമ്മളിലേക്ക് ചേർക്കുമ്പോൾ ദുആ, പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ, റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ മഹാനായ അബുൽ ആലിയ, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അവരൊക്കെ പറഞ്ഞത് അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അസ്സനാഉ അലൈഹി ഫിൽ മലഇൽ അഅല, അള്ളാഹു അവന്റെ സദസ്സിൽ, മലക്കുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇവിടെ സ്വലാത്ത് ചൊല്ലി, പക്ഷെ സലാമു പറഞ്ഞിട്ടില്ല. സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി. സാധാരണ നമ്മൾ അലൈഹി സ്വലാത്തു വസ്സലാം, സ്വലാത്തും സലാമും പറയാറുണ്ട്. പക്ഷെ ഇവിടെ സ്വലാത്ത് മാത്രമാണ് പറഞ്ഞത്, സലാമ് പറയുന്നില്ല. സ്വലാത്തിന്റെ കൂടെ സലാമു കൂടെ പറയുന്ന രീതിയാണ് അതിന്റെ പൂർണ്ണത. ചില പണ്ഡിതന്മാർ സ്വലാത്ത് മാത്രം പറയുക, സലാമു പറയാതിരിക്കുന്നത് മക്രൂഹാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് സ്വല്ലു അലൈഹി വസല്ലിമു, നമ്മളോട് സ്വലാത്തും സലാമും റസൂലുള്ളാഹിയുടെ മേൽ വർഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ചോദിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, ഇനി അടുത്ത വരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വബഅദു ഹാക സീറത്തുർ റസൂലി മൻദൂമതൻ മൂജസത്തുൽ ഫുസൂലി. വബഅദു, ബഅദ് എന്ന് പറഞ്ഞാൽ ബഅദൽ ഹംദി വസ്വല, ഹംദിനും സ്വലാത്തിനും ശേഷം. അപ്പൊ ഇതുവരെ പറഞ്ഞത് മുഖദ്ദിമയാണ്. അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി, അത് മുഖദ്ദിമയാണ്. ഇനി മൗദൂഇലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ മുഖദ്ദിമക്കും മൗദൂഇനും ഇടയിലുള്ള വേർതിരിവാണ് ആ ബഅദ് എന്നുള്ളത്, ശേഷം. ഹാക, ഹാക എന്ന് പറഞ്ഞാൽ ഖുദ്, നീ സ്വീകരിക്ക്, നീ പിടിച്ചോ. സീറത്തുർ റസൂലി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. ഇപ്പൊ ഹംദ് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഇനി അതിന്റെ വിഷയം ആരംഭിക്കുന്നു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ്, സീറയാണ്. അത് നീ പഠിക്കാൻ തയ്യാറായിക്കോ, അത് നീ സ്വീകരിച്ചോ. മൻദൂമതൻ മൂജസത്തുൽ ഫുസൂലി, മൻദൂമയാണ്, നെളുമിൽ നിന്നാണ് മൻദൂമ ഉണ്ടായിട്ടുള്ളത്, പദ്യരൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ് മൻദൂമ. ഏത് കിതാബുകൾ, പിന്നെ ഫന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അതിൽ മൻദൂമകൾ നമുക്ക് കാണാൻ കഴിയും. താലിബുൽ ഇൽം, അവർക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാൻ സഹായകമാകുന്ന രൂപത്തിൽ മൻദൂമകൾ പണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുണ്ട്.
സാധാരണ പറയാറുള്ളത് മൻ ഹഫിദൽ മുത്തൂൻ നാലൽ ഫുനൂൻ. ഒരു ഫന്ന്, ഒരു വിജ്ഞാന ശാഖ ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ അതിലുള്ള ഒരു ചെറിയ ഗ്രന്ഥം, ചെറിയ ഒരു കിതാബ് ഹിഫുലാക്കുക എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഹിഫുല് ആക്കാൻ എളുപ്പത്തിൽ ഓരോ വിജ്ഞാന ശാഖകളും പണ്ഡിതന്മാർ ഇതുപോലെ ചെറിയ പാട്ടുകളാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നഹ്വിൽ അൽഫിയ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. 1000 ബൈത്തുകൾ അൽഫിയ തയ്യാറാക്കിയിട്ടുണ്ട്. ബൈഖൂനിയ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഇതുപോലെ പിന്നെ ഹിഫുലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അതിലെ ആശയങ്ങൾ ചോർന്നു പോകാതെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചതാണ്. മന്ദൂമത്തൻ മൂജസത്തൽ ഫുസൂലി, മന്ദൂമ പദ്യരൂപത്തിൽ, മൂജസ ചുരുങ്ങിയ രൂപത്തിൽ, ആശയം ചോർന്നു പോകാതെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കൂടുതൽ ആശയങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിൽ ഫസലുകളാക്കി ഇത് തയ്യാറാക്കിയിരിക്കുന്നു. ഓരോ വിഷയങ്ങൾ ക്രമീകരിച്ച് അങ്ങനെ തയ്യാറാക്കിയതാണ് നിങ്ങൾക്കിതാ ഇവിടെ നൽകാനിരിക്കുന്നത് എന്ന് ഷേഖ് നമ്മളോട് പറയുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.